വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ സ്കൂൾ തുറക്കാറായതിന്റെ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ. നമുക്ക് ബുക്ക് പൊതിയ, പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഗൈസ് ഇന്ന്. അതെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ബുക്കൊക്കെ അമ്മ അവിടെ പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഗൈസ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഞങ്ങളിവിടെ ബുക്കൊക്കെ പൊതിയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് നമ്മൾ ബുക്ക് പൊതിയാണ്. അച്ഛൻ ഇവിടെ ഇങ്ങനെ ബ്രൗൺ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ബുക്കിനുള്ള സൈസ് ആക്കിയിട്ട്. അപ്പോൾ അച്ഛൻ അപ്പുറത്ത് പൊതിയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ സ്റ്റേപ്ലെയർ അടിക്കുകയാണ്. നെയിം സ്ലിപ്പ് ഒട്ടിക്കും, സ്റ്റേപ്ലെയർ അടിക്കും, രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിമോളുടെ ബുക്ക് കൊണ്ട് കിട്ടും, അതാണ് ഉണ്ണിമോൾ ഇവിടെ. പിന്നെ അമ്മി ഇവിടെ നടുവിലിരുന്ന് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുക, ഓരോന്ന് എടുത്ത് തരിക, അങ്ങനത്തെ കാര്യങ്ങൾ. അമ്മമ്മി ഇതാ ബുക്ക് പൊതിയുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഇപ്പോൾ പരിപാടി. അവിടെ അച്ഛൻ ഇത് പിന്നെ ഉണ്ണിമോളുടെ ബാഗാണ് കേട്ടോ ഗൈസ്. അപ്പം അതെ, അമ്മ ഇവിടെ ബ്രൗൺ പേപ്പർ പൊട്ടിക്കണേ ഉള്ളൂ കേട്ടോ ഗൈസ്. ബുക്സൊക്കെ ഇതാ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്, ബണ്ടിൽ ബുക്കുകളൊക്കെ. അപ്പം ഗൈസ്, അമ്മ ബുക്ക് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട കുറച്ച് ക്ലിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞങ്ങൾ തലേ ദിവസം വേറൊരു ദിവസം ബുക്ക് വാങ്ങിച്ചെന്ന് എടുത്തത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ കുറച്ച് എല്ലാതും ഒപ്പം പൊതിയാൻ പറ്റില്ലല്ലോ. ഉണ്ണിമോളുടെ ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നമുക്ക് ഒപ്പം പൊതിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പൊതിഞ്ഞത്. പിന്നെ അമ്മ ഇതാ ഉള്ളിൽ നിന്ന് പേജ് ഇങ്ങനെ ഓരോ നെക്സ്റ്റ് എടുത്തിട്ടാണ് പൊതി. അപ്പം അതേ അമ്മ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ കണ്ടോ, ഇത് നമ്മുടെ ഫസ്റ്റത്തെ ബുക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ മീതെ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ട്. നമ്മൾ കയറി എടുക്കുമ്പോൾ സ്റ്റിക്കർ കളയാൻ പറ്റില്ല, അപ്പോൾ അതൊക്കെ ഉണ്ട്. അതാണ് നേരത്തെ കണ്ടതിൻ്റെ മീതെ. പിന്നെ ആദ്യം സ്റ്റേപ്ലെയർ അടിച്ചിരുന്നത് അമ്മയായിരുന്നുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ സ്റ്റേപ്ലെയർ അടിക്കലും നെയിംസിൽ പൊട്ടിക്കലും ഞാൻ ചെയ്യാൻ തുടങ്ങി. അമ്മ അങ്ങനെ പൊതിഞ്ഞിട്ട് എനിക്ക് തരും, അപ്പോൾ ഞാൻ സ്റ്റേപ്ലെയർ അടിക്കും. ഇപ്പം അമ്മയാണ് അടിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ ചെറിയൊരു പണിയിലായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ വന്നു, രണ്ട് ബുക്ക് അമ്മ ഇതൊക്കെ എടുക്കുമ്പോൾ സെറ്റ് ആക്കുമ്പോഴത്തേനും ബ്രൗൺ പേപ്പറൊക്കെ ഇതാക്കുമ്പോഴത്തേനും ഞാൻ വന്നു. എന്നിട്ട് ഇതാ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ സ്റ്റേപ്ലെയർ അടിച്ചതാണ്. അമ്മ പൊതിഞ്ഞ് തന്ന ബുക്കാണിത്. അപ്പോൾ ഞാൻ അത് സ്റ്റേപ്ലെയർ എടുത്ത് ഞാൻ അത് അടിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പൊതിയൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ അങ്ങനെ കുറേ പൊതിയാണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ അമ്മയുടെ ബുക്സാണ് ഇവിടെ മാറ്റിച്ചുള്ളത്, എൻ്റെ ബുക്സും. പിന്നെ അതായത് അത് പൊതിഞ്ഞു കേട്ടോ. എത്ര ബുക്സാണ് ഇപ്പോൾ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് ഗൈസ്. ഞങ്ങൾ ബുക്ക് കാണുന്നൊക്കെ എത്ര ബുക്സ് വേണമെന്നൊക്കെ നോക്കി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണിത്. എൻ്റെ ബുക്ക് ഇത് ഓൾമോസ്റ്റ് ഇവിടെ പൊതിയൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-3 ബുക്ക് കൂടി പൊതിയാണ്ട്, അതമ്മ പൊതിഞ്ഞ്. അപ്പോൾ ഗൈസൊക്കെ പൊതിയൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കും മൊത്തം റോസാപ്പൂവ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് റോസിൻ്റെ എടുത്തിട്ട് ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അമ്മ അവിടെ അമ്മയുടെ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റോസ് ഓരോ ടെക്സ്റ്റ് ബുക്കുമ്മേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ എനിക്കിത് ഒട്ടിക്കാൻ രണ്ടും കൂടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഒട്ടിക്കണത് ഗൈസ്. അപ്പോൾ ഗൈസ്, നെയിം സ്ലിപ്പ് ഒട്ടിക്കൽ കഴിഞ്ഞു. റെഡ് റോസാപ്പൂ, യെല്ലോ റോസാപ്പൂവ്, കൂടുതൽ റെഡ് റോസാപ്പൂവായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊക്കെ ഒട്ടിക്കൽ കഴിഞ്ഞു. പിന്നെ അത് യെല്ലോ റോസ് കൊണ്ട്
എന്താ 3 റോസ് ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് റോസ് ഉണ്ട്. അതാണ് അധികം കാണാത്തതുകൊണ്ട് ഞാൻ അടുത്തേക്ക് കൊണ്ടുപോയി കാണിച്ചത്. പിന്നെ ഒരു പിങ്ക് പോലത്തെ റോസാപ്പൂ, പിന്നെ റെഡ്, യെല്ലോ അങ്ങനെ തന്നെ. പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഒരു ഐറ്റിയുടെ നോട്ടാണ്. അപ്പോൾ ഇതന്നെ മതി. അതിൽ കുറച്ച് പേര് യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് എടുത്തത് ഗൈസ്. അപ്പോൾ അമ്മയുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ ബുക്ക് ഇവിടെ പഴയ പോലെ എൻ്റെ ബുക്ക് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ബുക്ക് ഇങ്ങനെ പൊതിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ട് പൊതിഞ്ഞത്, റഫാണ്, അതുകൊണ്ട് ലാസ്റ്റ് ഇത് ബാക്കി വന്നതായിട്ടാണ് പൊതിഞ്ഞത്. ചെറിയ നോട്ട്ബുക്കായിട്ട് കുറച്ച് മതി. പിന്നെ ഇവിടെയൊക്കെ നെയിം സ്ലിപ്പിൻ്റെ ഒക്കെ വേസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ അമ്മിയുടെ ബുക്ക് നോട്ട്ബുക്സ് ഒക്കെ പൊതിയിൽ കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളും ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കളിക്കാൻ വന്ന ഉണ്ണിമോള് കുറച്ച് ഞാൻ പോകും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ്. കുറേ നെയിം സ്ലിപ്പ് വാങ്ങിച്ചുകൊണ്ട് ഏതൊക്കെ ഒട്ടിക്കാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ നെയിം സ്ലിപ്പ് പറിച്ചിട്ട് അവൾ ബാർബിയാണ് വാങ്ങിച്ചില്ല. ഞാൻ എല്ലാ പ്രാവശ്യം ബാർബി വാങ്ങിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ ഇനി മടുത്തു, ബാർബി അല്ലേ ഇത്രയും കാലം ബാർബി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാർബി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാർബി എടുത്തില്ല. അപ്പോൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ അമ്മയ്ക്ക് എടുക്കുക, അവൾക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഇതാ അവളിങ്ങനെ സൈഡിലൊട്ടിക്കും. എനിക്ക് സൈഡിലൊട്ടിക്കും സെൻറ്ററിൽ, അവൾക്കാണെങ്കിൽ നടുവിലൊട്ടിക്കാൻ ഇഷ്ടമില്ല, സൈഡിലൊട്ടിക്കും. അപ്പോൾ എന്നിട്ട് അത് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കില്ല. ഞാൻ ഇവിടെ എല്ലാ ബുക്കും പൊതിയൽ കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് അത് പൊതിയണം. അപ്പോൾ ഗായ്സ് എന്താണ് അമ്മ മാർക്കർ വെച്ചിട്ടാണ് എഴുതാറ്. അപ്പോൾ നെയിം സ്ലിപ്പിൽ മാർക്കർ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു വൃത്തി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ മുന്നൊക്കെ ഗ്രീൻ മാർക്കറാണ് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് കടയിൽ നിന്ന് ബ്ലാക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് വെച്ച് എഴുതുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ ഞങ്ങൾ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണിച്ചാൽ ചട്ട കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബുക്കിൻ്റെ പേരായിട്ട് ഉള്ളിൽ എഴുതുന്നുണ്ട് പേര്. അതും ബോൾ പെൻ വെച്ചിട്ടാണ് ഉള്ളിൽ എഴുതാറ് കേട്ടോ. ലെക്സിയാണ് ഗൈസ്, പുതിയ ലെക്സി പെൻ വെച്ചിട്ടാണ് അമ്മ എഴുതുന്നത്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേരെഴുതി, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാഗിൽ ഇങ്ങനെ നോട്ട്ബുക്കൊക്കെ കൂടി വെച്ചാൽ നമുക്ക് ഏതൊക്കെ ബുക്കെന്ന് കൺഫ്യൂഷൻ ആവില്ല എടുക്കാൻ. അപ്പോൾ അപ്പോൾ ആമി പറഞ്ഞാൽ അങ്ങനെ എഴുതി തരും അമ്മ ബുക്കിൻ്റെ മീത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ അമ്മ ബുക്കിൻ്റെ മീത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഏതാ സബ്ജക്റ്റ്? മാത്സാ തോന്നുന്നു. മാത്സ് തന്നെ. അപ്പോൾ അമ്മ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാമല്ലോ ബുക്സ്. അതുകൊണ്ട് അമ്മി പറഞ്ഞു എഴുത് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് കേട്ടോ ഗൈസ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ നെയിം സ്ലിപ്പ് ഞാൻ ഒട്ടിക്കാൻ നോക്കി, പക്ഷേ അത് പറ്റണില്ല, എടുക്കാൻ കിട്ടാനില്ല. അപ്പോൾ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അമ്മ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതായിട്ടാണ് നെയിം സ്ലിപ്പ് എടുത്തത്. ഒരു റെഡ് ഔട്ടർ ഉള്ളക്ക് ഇങ്ങനെ ഇപ്പോൾ ഡിസൈനുള്ള നെയിം സ്ലിപ്പ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. നല്ല റോസാപ്പൂ പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമൊക്കെ. അപ്പോൾ ഇത് അമ്മ അങ്ങനെ ചീന്തി എടുക്കുകയാണ് ഗൈസ്, എന്നിട്ടാണ് ഒട്ടിക്കണത്. എനിക്ക് സൈഡിലൊട്ടിക്കുന്ന ഇഷ്ടമല്ല. അമ്മ നേരത്തെ അമ്മയുടെ സൈഡിലൊട്ടിച്ചിട്ട് എൻ്റെ സൈഡിലൊട്ടിക്കാൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്ററിൽ ചെയ്ത്. അപ്പോൾ അമ്മ സെൻറ്ററിലേക്ക് നല്ല സെൻറ്ററിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും മേലേക്ക് ഒട്ടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നത്. അപ്പോൾ ഇത് മലയാളമാണ് ഗൈസ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി ബാക്കിയെല്ലാം ഒട്ടിക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ് അതിനിടയിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഐസ്ക്രീമൊക്കെ അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അവളായിരുന്നു ഫുള്ളിരുന്ന് കഴിക്കണേ. എപ്പോഴും ഐസ്ക്രീം കഴിക്കായിരുന്നു. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിന് ഓള് കുറേ ക്യൂട്ട്നെസ് വാരി വിതറുണ്ട്. പിന്നെ ഐസ്ക്രീം കാണിച്ചു തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ അതിൽ ചോക്കോ ചിപ്പൊക്കെ അവളെടുത്ത് കാണിച്ചു തരാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ നെയിം സ്ലിപ്പ് അമ്മ ഒട്ടിച്ചു. നോട്ടും ടെക്സ്റ്റ് നെയിം സ്ലിപ്പ് ഒട്ടിക്കൽ കഴിഞ്ഞ അടുത്ത പേര് എഴുതാണ്, അതിനെ കെയ്യാന്ന് എഴുതാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ 9ലാണ് കേട്ടോ. അപ്പോൾ അമ്മ 9ലാണ് എഴുതുക. പിന്നെ റോൾ നമ്പറും പിന്നെ സബ്ജക്റ്റ് ഏതാ അമ്മ ലാസ്റ്റ് നോക്കിയിട്ട് എഴുതാ വെച്ചിട്ടോ. പിന്നെ PCNGHS മൂക്കുതല എഴുതാണ് ഗൈസ്. പിന്നെ ഐസ്ക്രീം അമ്മി തിന്നണ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ അമ്മ എഴുതുന്നുണ്ട്. ഇവിടെ 2 എഴുതിയതും വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് നോട്ട്ബുക്സൊക്കെ പൊതിഞ്ഞിട്ട് ഇതാ പേര് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞു. ഈ സെക്ഷനിലൊക്കെ റോസാപ്പൂ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ നോട്ട്ബുക്സാണ്. ഇവിടുത്തെ സിമ്പിൾ നെയിം സ്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഗൈസ്. ഒക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞപ്പോൾ ഗൈസ് ക്ലീനിങ് പരിപാടിയാണ്. അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, ബാക്കിയൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ സ്കൂൾ തുറക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ബാഗ് പാക്കിംഗ് ഒക്കെ വഴിയേ വരുന്നുണ്ട്, സ്കൂൾ റീഓപ്പണിംഗ് ടൈം വരുന്നുണ്ട്. സോ ബൈ ബൈ.